ഹായ് മക്കളമാരെ, 11:30 ആയി. ലഞ്ച് ഉണ്ടാക്കാൻ പോവാം. ഇന്നത്തെ എൻ്റെ ലഞ്ച് എന്താണെന്ന് കാണണ്ടേ? ലഞ്ച് ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ. കുറേയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. മോര് കാച്ചാനായിട്ട് ഇതുണ്ട. മോര് ഞാൻ കാച്ചി തേങ്ങ അരച്ച മോര് കറിയാണ് ആക്കിയിട്ടുണ്ട്. കടു വറക്കാൻ അടുത്തേക്ക് കിടക്കണം. എന്താ ഇന്നൊരു പ്രത്യേകതയും കൂടെ ഞാൻ മോര് കറിയിലെ ഇതുണ്ടോ, ഒരു ടൊമാറ്റോ, ഈ ടൊമാറ്റോയും കൂടെ ഒന്ന് വഴറ്റിയിടുന്നുണ്ട് ഈ മോര് കറിയിൽ. ഉള്ളിയൊക്കെ ഇത്രയും മൂത്താൽ മതി. കണ്ട, ഇതിനകത്തോട്ട് കഷ്ണമായിട്ടല്ല ഞാൻ ഇടാൻ പോകുന്നത്, നീളത്തിൽ അരിയ. കാരണം എന്ന് പറഞ്ഞാൽ ഇച്ചിരി അതൊന്ന് കഷ്ണമായിട്ട് കിടക്കേണ്ടത്. അതൊന്നും അതിനകത്ത് നമ്മളിത് പിന്നെ മോര് കറിയൊക്കെ കോരുമ്പോഴേ ഇത് തക്കാളിയും കൂടി ഇങ്ങനെ കിടക്കുന്ന നല്ലതാണ്. ഇത് ഒരിച്ചിരി വഴണ്ട് വരണം. തക്കാളിക്ക് ഒരിച്ചിരി വഴണ്ട് വരണം. നമ്മുടെ ഉള്ളിയും പിന്നെ ഇഞ്ചിയും ചുവന്നുള്ളി വെളുത്തുള്ളി എല്ലാം ഒരുവിധം ആയതിനു ശേഷം വേണം പിന്നെ നമ്മുടെ ഈ തക്കാളിക്ക് ഇതേ ഗുണം കട്ട് ചെയ്തിട്ട് കൊടുക്കാനായിട്ട്. ഇതിന് ഇച്ചിരി ആവട്ടെ, ഇച്ചിരി അതായി വരണം. പിന്നെ ഞാൻ ഇത് കണ്ട, നാളത്തെ ബാലൻസ് കുറച്ച് ഞണ്ടിരുന്നു, അതിനെ എടുത്ത് ഞാൻ തോരൻ വെച്ച് അതിനെല്ലാം ചതച്ചൊക്കെ ഇട്ട് കഴിഞ്ഞു. അതിന് വറ്റാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇച്ചിരി വറ്റട്ടെ. വറ്റുമ്പോൾ നമുക്ക് ഇച്ചിരി പച്ചവെളിച്ചെണ്ണ കറിവേപ്പില ഒഴിച്ച് കറിവേപ്പില വെച്ചിട്ട് ഇച്ചിരി കൂടെ വറ്റട്ടെ. നമുക്ക് തക്കാളിയൊക്കെ ഇത്രയായാൽ മതി. കേട്ടോ, ഇപ്പോൾ അന്നേരം അതിന് ശേഷം കറിവേപ്പിലൊക്കെ എത്രയും കൂടുതൽ ഇടുന്നോ അത്രയും നല്ലതാണ്. ഒരു കറിയിലോട്ട് ഇട്ട് ഇതിന് വേണമെങ്കിൽ ഒരു സ്വല്പം ഇങ്ങനെ, അതായത് വേണം ഇങ്ങനെ കോരി ഇങ്ങനെ വെച്ചിട്ട്, എന്നാലും നമ്മുടെ മോര് കറി നല്ല കോരിയിരിക്കുക. വെച്ച് കഴിഞ്ഞാൽ അതിൽ കിടന്ന് ഒന്ന് തിളയ്ക്കുമ്പോൾ അങ്ങ് നോക്കാം. ഉപ്പൊക്കെ വേണമെന്ന് നോക്കട്ടെ. എല്ലാ ഭാഗത്തിനുണ്ട്. ഇനി ഒരു ഇച്ചിരി ഇതൊന്ന് ചൂടായ ഒരു നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം. തിളയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് തിളച്ച് കളയരുത്. കാരണം നമ്മളെല്ലാ എസൻസും അതിലിട്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ മോര് കറി വേണ്ട സാധനങ്ങളെല്ലാം അതിനകത്തായി കഴിഞ്ഞു. തിളച്ചിനി പോകരുത്. ഓക്കെ, ചെറുതായിട്ട് തിളയ്ക്കുന്ന ഇങ്ങനെ അടച്ച് ജസ്റ്റ് തീയും കുറച്ച് വെച്ചിട്ട് ഒരു 2 സെക്കൻഡ് വേണ്ട, 1 സെക്കൻഡ് മതി. നോക്കാം നമുക്ക്. കേട്ടോ, ഇത്ര തിളച്ചാൽ മതി. ഇനി ഇപ്പം ഇത് കുറുകിയിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി അവിടെ തിളപ്പിക്കായിരുന്നു. ഇത് നല്ല കുറുകി കണ്ട. അതുകൊണ്ട് ഇനി ഇതിനെ പറ്റിക്കണ്ട. ഇനി ചട്ടി ഇരുന്നാലും കുറച്ചും കൂടെ അത് കുറുകും. അപ്പോൾ ഇത് നമുക്കിതിനെ ഗ്യാസ് ഓഫാക്കാം. അടച്ചു വെച്ച് ഗ്യാസ് ഓഫാക്കി വെക്കുക. ഒരു കറിയും തണുക്കുമ്പോൾ അടിപൊളിയായിരിക്കും. ഇനി നമ്മുടെ ഇത് നോക്കട്ടെ. ഞണ്ട് എന്തായാലും നോക്കാം. ഞണ്ട് ഈ ഞണ്ട് വലിയ പൈസ അങ്ങനെ ഉടയ്ക്കുന്നതിനെന്നറിയാമോ? അത് എല്ലാവർക്കും എടുക്കണ്ടേ, കഷ്ണം എടുക്കണ്ടേ, അത്യാവശ്യം അല്ലേ. അങ്ങനെ നടുക്കൂടെ ആക്കി ഞണ്ട് കാണാതെ നമ്മൾ കണ്ട് കഴിക്കുമ്പോൾ ഈ ഷെല്ലിനകത്തൊക്കെ കുറച്ച് കുറവായിരുന്നു, എന്നാലും നല്ല ടേസ്റ്റായിരുന്നു. ഇപ്പം ഇത്ര ആയാൽ മതി. ഇനി ഒരിച്ചിരി പച്ച വെളിച്ചെണ്ണ ഇട്ടിട്ട് കറിവേപ്പില വരണം. ഈ കറിവേപ്പിലയും ഇട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം. ഇളക്കി ഒന്നും വേണ്ട, അടച്ചു വെക്കുക, ഗ്യാസ് ഓഫ് ആക്കുക. ഇനി അവിടെ കുറച്ച് നേരം അതങ്ങനെ ഇരിക്കണം. കേട്ടോ, നമുക്ക് വിളമാതിരം എടുത്താൽ മതി. ഇപ്പോഴത്തേനും അതിനകത്ത് പിന്നെ ഇതിനകത്ത് ഈ ചട്ടിയിലൊരു ചൂടുണ്ടല്ലോ, അതിൻ്റെ അതുകൊണ്ട് ആ കറിവേപ്പിലയും ആ പച്ച വെളിച്ചെണ്ണയും എല്ലാം കൂടെ അതിനകത്തായി നല്ലൊരു ഫ്ലേവറായിരിക്കും. അപ്പോൾ ഓക്കെ, ഇനി നമുക്കിനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഇച്ചിരി കോവയ്ക്ക് എടുത്ത് മെഴുക്ക് വയ്ക്കാവേ.
കോവയ്ക്ക ഉണ്ടോ? ഇത് നമ്മുടെ സ്വന്തം കോവയ്ക്കാണ് കേട്ടോ. ഇന്നലെ ഞാൻ ടെറസിൽ കയറിയപ്പോൾ നിന്നതാണ്. അപ്പം പിന്നെ മോളും വന്നിട്ടുണ്ട്, അവൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ അതിന് വെഴുക്കുരട്ടാണ്, നീളത്തിൽ കീറി വെഴുക്കുരട്ടായിരുന്നു. കീറി ഇച്ചിരി ഇച്ചിരി കൂടെ ഇത് ആകുമ്പോഴാണ് നല്ലത്. ഇച്ചിരി കൂടെ ഇളതാണ് നല്ലത്. ഞാൻ മോൾക്ക് വേണ്ടി നിർത്തിയത്, അതുകൊണ്ട് അതിന് മുറ്റിയില്ല. എന്നാലും ഇച്ചിരി കൂടെ ഇളതാണ് നല്ലത്. ഇങ്ങനെ കീറിയിട്ട് 4ആയിട്ട് കീറിയാലും മതി. ഞാൻ ഇച്ചിരി വലുതായതുകൊണ്ടാണ് 6ആയിട്ട് കീറാമെന്ന് വിചാരിച്ചത്. നല്ല ടേസ്റ്റാണ് ഇതിന്. നമ്മുടെ കോവയ്ക്കല്ലേ ഇടാനായിട്ടാണ് ഞാൻ ഈ ചെറിയ ഉള്ളി ഈ 2-3 വെളുത്തുള്ളിയും കൂടെ ഞാൻ എടുക്കുന്നത്. വെളുത്തുള്ളിയും പിന്നെ താണ്ട ഒരിൻ്റെ കയ്യിൽ വറ്റൽ മുളകും കൂടെ ഇരിപ്പുണ്ട്. അത് മിക്സിയുടെ ജാറിലിട്ട് ഒറ്റ ഒരു അടി കൊടുക്കും. നമ്മളിത് അങ്ങോട്ട് ചതയ്ക്കാൻ മിക്സിയിലിട്ട് ഒരടി അടിക്കാതെ എൻ്റെ എഴുതുന്നേ കാരണം ഒരു കാര്യം ചെയ്യാം. നമുക്കിതിനെ അങ്ങ് ചെറുതായി ഒരുപാട് ചെറുതാക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിടാം. ചതച്ചിടുന്നതാണ് ടേസ്റ്റ് കേട്ടോ. ഇനി ഇത് ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല. എന്നാലും ഇത് കറണ്ട് പോയ സ്ഥിതിക്ക് ഞാനിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. കോവയ്ക്ക് അതിന് കട്ടിയുള്ള ഒരു ചീനിച്ചട്ടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. ഉള്ളി, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഉണക്ക വറ്റൽമുളകും എല്ലാം കൂടെ അരിഞ്ഞതാണ്. ഇത് മൂക്കാനുള്ളതല്ല. ഇത്രയാണ് കേട്ടോ. നമ്മുടെ കോവയ്ക്കാണ് ഉണക്കി സാരില്ല മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. കഴിഞ്ഞ് മസാലപ്പൊടി, ഒരിച്ചിരി ചുക്ക്, വെളുത്തുള്ളിയും ചുക്കും ഞാൻ എല്ലാത്തിനും ചേർക്കും. ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറയുന്നത് നമുക്കാണ്. എനിക്ക് വെളുത്തുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചുക്കല്ലെങ്കിൽ ഇഞ്ചി. ഉപ്പിട്ടില്ലല്ലോ, ഇത്ര ഉപ്പ് വേണം. ചെറിയ തീയിൽ, ഏറ്റവും മിനിമം തീയിൽ വരുന്ന ഉപ്പിട്ടതായതുകൊണ്ടേ ഉപ്പിൻ്റെ വെള്ളമുണ്ട്. പിന്നെ നമ്മുടെ ഈ ചെറിയുള്ളി ഉണ്ടല്ലോ, അതിൻ്റെ പിന്നെ ചെറിയൊരു നീരുണ്ട്. ഇതെല്ലാം കൂടെ ഇരുന്ന് അതാണ് 2 മിനിറ്റാണ് നോക്കണം. ചെറിയ ആൾ വന്നതിന് ശേഷം വെറും പൊട്ട് വെള്ളരിക്ക. ഇത് കറി വെക്കുന്ന വെള്ളരിക്ക, പക്ഷെ വെറും പിഞ്ചാണ്. അപ്പം ഞാൻ വിചാരിച്ചത് ഇത്ര എടുത്ത് സലാഡല്ല സാലഡ്. ഇതെപ്പോഴും മോളിനെ തിരുത്തും, ശീലിച്ചതേ പാലിക്കുള്ളൂ. അതാണ് സത്യം. സാലഡ് ഇതിന് മക്കളെ എംബോസിഷൻ മറ്റോ തരുക. എപ്പോഴും ഞാൻ സലാഡ് എന്നാണ് പറഞ്ഞു തരുന്നത്. നിങ്ങളങ്ങനെയാണോ? നിങ്ങളൊക്കെ കറക്റ്റായിട്ടായിരിക്കും പറയുന്നത്. ഇത് പൊട്ടായതുകൊണ്ടേ നമുക്കിതിൻ്റെ ഇത് എടുക്കണ്ട അല്ലേ? പിഞ്ച് എടുത്തു കളയണോ? കൊള്ളില്ലേ? ചെറിയ പാത്രത്തെ നമുക്ക് എന്തായാലും നോക്കാവേ. നമ്മുടെ ഈ ഇതിൻ്റെ ഫ്ലെയിം ഏറ്റവും മിനിമത്തിലായാലും ഇച്ചിരി ഫ്ലെയിം ഉണ്ട്. നോക്കട്ടെ. ഒരു ഇച്ചിരി ഒന്നുകൂടെ വേണം, ഒരു ഇച്ചിരി ഉപ്പും കൂടെ വേണം. ഇച്ചിരി ഉപ്പും കൂടെ വേണേ. ഇച്ചിരി ഉപ്പും വേണം.
നമുക്കിനി ചോറെടുക്കാവേ. ഇന്നത്തെ എൻ്റെ ചോറ് എന്തൊക്കെയാണെന്ന് കാണണ്ടേ. വാ. ചോറ് കണ്ടോ, നമ്മുടെ ഞണ്ട് തോരന് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ എന്താ ഇന്നലത്തെ മീൻകറിയായത്, മുളകിട്ട് വറ്റിച്ച മീൻകറി. ഇത് എൻ്റെ കോവയ്ക്ക വെഴുക്ക് വരട്ടി. അപ്പയില്ലേ എന്താ തക്കാളിക്ക് ഇട്ട് ഇതങ്ങ് വറ്റി കേട്ടോ. അത് ഇരുന്നപ്പോൾ കുറുകി നല്ല തക്കാളിക്ക് ഇട്ട് വറ്റി പോയി. അത് വെച്ചപ്പോൾ തന്നെ ഇച്ചിരി കുറുകിയിരുന്നു. നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറുകിയ മോര് കറി. പിന്നെ കണ്ട വെള്ളരിക്ക കുരുമുളക് ഉപ്പും കൂടെ വെച്ച് ഇച്ചിരി സാലഡ്. പറഞ്ഞു പഠിക്കാം സാലഡ്. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഉച്ചയൂണ്. കണ്ട ചോറ്, തേങ്ങ അരച്ച മോര് കറിയിൽ തക്കാളിക്കയും കൂടെ ഞാൻ വഴറ്റി ചേർത്തിട്ടുണ്ട്. അങ്ങനെയുള്ള മോര് കറി, ചുമന്ന മീൻ, കിളിമീൻ കറി, കോവയ്ക്ക മെഴുക്ക് വരട്ടി, ഞണ്ട് തോരന്, വെള്ളരിക്ക. അപ്പം എല്ലാവരും പോയി ചോറ് കഴിച്ചോളൂ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.